രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സംഘത്തിന്റെ പരിവാറാണ് ബി ജെ പി. പരമേശ്വർജിയെ പോലെ ഒരു മനുഷ്യനെ കാണുക എന്ന് പറയുന്നത് തന്നെ എത്രയോ പാഠപുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ വലിയ അറിവും അനുഭവമാണ്. അപ്പൊ പരമേശ്വർജിയോടുള്ള സമ്പർക്കം സ്വാഭാവികമായി തന്നെ സംഘാനുകൂല ദേശീയപക്ഷ കാഴ്ചപ്പാടുകൾ കൂടുതൽ ദൃഢമായി മനസ്സിൽ ഉറപ്പിക്കുന്നതിന് കാരണമായി മാറി. ഞാൻ എസ് എഫ് ഐക്കാരുടെ കണ്ണിലേക്ക് ഇറങ്ങാൻ നമുക്ക് ഇവരോടൊന്നും ചോദിക്കാനോ പറയാനോ യാതൊരു സ്വാതന്ത്ര്യമില്ല. അവർ വന്ന് സമരം വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങണം. ഞാൻ എസ് എഫ് ഐക്കെതിരെ ക്ലാസ്സിനുള്ളിൽ ഒരു മറുമറിയും ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഇങ്ങനെ ആണെങ്കിൽ നീ കോളേജിൽ 5 കൊല്ലം തികച്ച് പഠിക്കില്ല എന്നൊക്കെയുള്ള നിലയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ് എഫ് ഐക്കാരനല്ലാത്ത ആർക്കും ഒരു അവസരങ്ങളും കിട്ടുന്നത് അവർക്ക് ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഫോൺ എടുത്ത് വാർത്ത നോക്കിയപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ്, ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചു. ഞാൻ നേരെ ചിദാനന്ദപുരി സ്വാമിയെ വിളിച്ചു. നിങ്ങളെല്ലാവരും ഇനി കയ്യും കെട്ടിയിരിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ ധർമ്മഭടന്മാരാണ്. ഇരിക്കുന്ന കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നീട് ഞാൻ 6 മാസങ്ങൾക്ക് ശേഷമാണ് കോടതിക്ക് വന്നത്. എന്തൊരു ചരിത്രപരമായിട്ടുള്ള സമരമാണ് ശബരിമല സമരം. ഏത് യുദ്ധതന്ത്രജ്ഞൻ നോക്കിയാലും ഉറപ്പായും വിശ്വാസിപക്ഷം പരാജയപ്പെടും എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സമരമാണ്. ഒരു ആയുധം കയ്യിലില്ല. അയ്യപ്പസ്വാമിയിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം മാത്രമേ അവരുടെ കയ്യിൽ ആയുധമായിട്ടുള്ളൂ. ഒരു പടനായകനുമില്ല. അയ്യപ്പസ്വാമി തന്നെ ഞങ്ങളെ നയിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാണ്. ഒരു മുദ്രാവാക്യമില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്നൊരു മന്ത്രം മാത്രമേ ഉള്ളൂ. ഈ സാധാരണ മനുഷ്യർ ഇത്രയും വലിയ സ്ഥാപനങ്ങളെ മുഴുവൻ മുട്ടുകുത്തിച്ചിട്ട് ശബരിമലയിലെ ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമസ്കാരം. സാമൂഹിക, രാഷ്ട്രീയ, ആധ്യാത്മിക വിഷയങ്ങളിൽ തന്റേതായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ BJPയുടെ ഇന്റലക്ച്വൽ സെൽ സ്റ്റേറ്റ് കൺവീനർ ശ്രീ ശങ്കുട്ടി ദാസ് ആണ് ഇന്ന് എനിക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ ചോദ്യം, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് എന്തുകൊണ്ട് BJPക്കാരനായി എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി എൻ്റെ ആശയങ്ങളോടും ആദർശങ്ങളോടും എൻ്റെ ഒരു രാഷ്ട്ര വീക്ഷണത്തോടും ഒക്കെ ഏറ്റവും യോജിച്ച് നിൽക്കുന്ന സംഘടന BJP ആണ്. എൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ അച്ഛനൊക്കെ BJP അനുഭവമുള്ള ആളായിരുന്നു. അങ്ങനെ സജീവ രാഷ്ട്രീയ പ്രവർത്തനമോ സംഘടനാ പരിചയമോ എന്നുള്ള ആളായിരുന്നില്ല. പക്ഷെ മാനസികമായിട്ട് വളരെ ദേശീയപക്ഷ വീക്ഷണമുള്ള അന്ന് BJP നേതാക്കളെയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വാജ്പേയിനെ ആണെങ്കിലും അദ്വാനിനെ ആണെങ്കിലും വെങ്കയ്യ നായിഡുവിനെ ആണെങ്കിലും വളരെ ആരാധനയോടുകൂടി കണ്ടിരുന്ന ദേശീയ വിഷയങ്ങളിലെല്ലാം ഒരു BJP അനുഭാവ നിലപാട് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു അപ്ബ്രിങ്ങിങ്ങിന്റെ സമയത്ത് ഒരു BJP ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും സംഘടനയെ പ്രവർത്തിച്ചിട്ടോ അതിൻ്റെ ഏതെങ്കിലും മീറ്റിങ്ങുകളിലോ എന്തെങ്കിലും പരിപാടികളിലോ സംബന്ധിച്ചിട്ടുള്ള പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് +2 വരെ അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്. LLB പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലാണ് LLB പഠിക്കുന്നത്. ആ സമയത്താണ് സംഘടനാ രാഷ്ട്രീയവുമായിട്ട് നേരിട്ടിട്ടൊരു ബന്ധത്തിൽ വരുന്നത്. അവിടെ കോളേജിൽ വളരെ ശക്തമായിട്ട് SFI സ്വാധീനമുള്ള കോളേജാണ്. റെഡ് ഫോർട്ട് ഓഫ് SFI എന്നൊക്കെ വിളിക്കുന്ന SFIയുടെ ഒരു ചെങ്കോട്ടയാണ്. വേറെ ശബ്ദങ്ങൾക്കൊന്നും യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത, SFI വിരുദ്ധർക്കൊന്നും സംസാരിക്കാൻ പോലും അവകാശമില്ലാത്ത, അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവരെങ്ങനെയാണ് പെരുമാറാറുള്ളത് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. സ്വാഭാവികമായിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു ആന്റി SFI മനോഭാവം ഉണ്ടായി. വേറൊരു രാഷ്ട്രീയത്തോടൊരു അനുഭാവമല്ല, ഈ രാഷ്ട്രീയത്തോടൊരു വിമുഖത ആ സമയത്ത് സംഭവിക്കുന്നുണ്ട്. പിന്നീട് ആ കോളേജിൽ പല SFI വിരുദ്ധതയുടെ പേരിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളിലും പ്രശ്നങ്ങളും ഒക്കെ ചെന്ന് വിടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ കോളേജിൽ തുടർന്ന് പഠിക്കാൻ കഴിയാത്ത, ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ 3 വർഷം പഠിച്ചു, ഇനി 2 കൊല്ലം കൂടി പൂർത്തീകരിക്കാനുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇവരെ പേടിച്ചിട്ട് ഓടിപ്പോവാൻ വയ്യല്ലോ. അപ്പൊ ആ സമയത്താണ് ഞാൻ വിചാര കേന്ദ്രത്തിൽ പോയി പരമേശ്വർജിയെ കാണുന്നത്. അങ്ങനെ പിന്നീട് ഞാൻ അവസാനത്തെ 2 കൊല്ലം വിചാര കേന്ദ്രത്തിൽ താമസിച്ചാണ്. വിചാര കേന്ദ്രത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ സംസ്കൃതി ഭവനാണ്. അന്ന് പരമേശ്വർജി അവിടെയുള്ള സമയമാണ്. പരമേശ്വർജിയോടൊപ്പമാണ് അവസാനത്തെ 2 വർഷം താമസിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ പരമേശ്വർജിയോടുള്ള സമ്പർക്കം സ്വാഭാവികമായി തന്നെ സംഘത്തോടുള്ള ഒരു സമ്പർക്കമായി മാറി. സമയത്ത് വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. സംഘത്തിന്റെ ഒരു ആശയത്തെയും, ഒരു പരമേശ്വർജിയെ പോലെ ഒരു മനുഷ്യനെ കാണുക എന്ന് പറയുന്നത് തന്നെ എത്രയോ പാഠപുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ വലിയ അറിവും അനുഭവമാണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള ഒരു സമ്പർക്കവും അദ്ദേഹത്തിന്റെ ഒരു സാമീപ്യവും സ്വാഭാവികമായി സംഘാനുകൂല ദേശീയപക്ഷ കാഴ്ചപ്പാടുകൾ കൂടുതൽ ദൃഢമായി മനസ്സിൽ ഉറപ്പിക്കുന്നതിന് കാരണമായി മാറി. അതിനെ തുടർന്ന് ഞാൻ കോളേജിലും ABVPയുടെ പ്രവർത്തനങ്ങളിൽ, അവസാന വർഷത്തിൽ ABVPയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും ABVPക്ക് വേണ്ടി ഇലക്ഷനിൽ ക്യാമ്പയിൻ ചെയ്യാനും മറ്റുമൊക്കെ തയ്യാറായി. ആ സമയത്ത് തന്നെ യുവാക്കൾക്കിടയിൽ വിവേകാനന്ദ സ്വാമികളുടെ ദർശനം പ്രചരിപ്പിക്കാൻ വേണ്ടി പരമേശ്വർജി തന്നെ മുൻകൈ എടുത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടനയായിരുന്നു വിവേകാനന്ദ പഠനവേദി. കോളേജ് വിദ്യാർത്ഥികൾ മാത്രം അംഗങ്ങളായിട്ടുള്ള, തിരുവനന്തപുരത്തെ എല്ലാ ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥികൾ അംഗമായിരുന്ന ഒരു സംവിധാനമായിരുന്നു വിവേകാനന്ദ പഠനവേദി. ആ സമയത്ത് പരമേശ്വർജിയുടെ ആവശ്യപ്രകാരം ഞാൻ വിവേകാനന്ദ പഠനവേദിയുടെ ജില്ലാ കൺവീനറായിട്ട് തിരുവനന്തപുരത്ത് മാത്രമേ അതേ ഉള്ളൂ, തിരുവനന്തപുരം ജില്ലാ കൺവീനറായിട്ട് ചുമതലയേറ്റു. അങ്ങനെ വിവേകാനന്ദ സ്വാമികളുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക അതിന്റെ പ്രവർത്തനത്തിലൂടെയാണ് ആദ്യമായിട്ടൊരു പക്ഷെ ഒരു സജീവ സംഘടനാ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്കൊക്കെ തിരിയുന്നത്. അതിനുശേഷം വിചാര കേന്ദ്രത്തിൽ നിന്ന് മാറി LLB കഴിഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. അപ്പൊ ഡൽഹിയിൽ എത്തിയ സമയത്ത് അവിടെ ജണ്ടേവാലയിലെ സംഘത്തിന്റെ കാര്യാലയവുമായി സ്വാഭാവികമായിട്ട് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ ബന്ധുക്കൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ എന്ന് പറയാവുന്ന സ്വയംസേവരാണ്.
സ്വാഭാവികമായിട്ടും ചണ്ടേവാലയിലെ കാര്യാലയത്തിൽ പോവുകയും അവിടുത്തെ മലയാളികളായിട്ടുള്ള സ്വയം സേവകരെ പരിചയപ്പെടുകയും അവരുടെ ഒരു സൗഹൃദ വലയത്തിൽ വരികയും ചെയ്തു. ആ ഒരു സമ്പർക്കം എന്നെ ഡൽഹിയിലെ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ VIF, അജിത് ഡോവലൊക്കെ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഭാഗമാണ്. ഇപ്പൊ S ഗുരുമൂർത്തിയാണ് അതിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത്. പരമേശ്വർജി വളരെ സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണത്. അങ്ങനെ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചു. അതിനുശേഷം പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡൽഹിയിൽ ഒരു വർഷം കൂടി തുടരുകയും സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ സങ്കല്പിലാണ് പഠിക്കുന്നത്. സങ്കല്പം സംഘത്തിന്റെ ഒരു പരിവാറാണ്. സംഘപരിവാർ അനുഭവമുള്ള വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് ട്രെയിനിങ് കൊടുക്കാനും കോച്ചിങ് കൊടുക്കാനും ഒക്കെ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണത്. അപ്പൊ സങ്കല്പിന്റെ ഒരു അന്തരീക്ഷവും വളരെയേറെ ഈ വലതുപക്ഷ രാഷ്ട്രീയ വീക്ഷണത്തെ ശക്തിപ്പെടുത്തുന്ന കുറെ കൂടി ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രീം ലൈനിങ് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. പ്രത്യേകിച്ചും സങ്കല്പിൽ എന്റെ മെന്റർ എന്ന് പറയുന്ന സങ്കല്പിന്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ കൃഷൻ കാക്ക്. ഡോക്ടർ കൃഷൻ കാക്ക് ഒരു പ്രമുഖ ഇൻഡോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഗുജറാത്ത് കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു കശ്മീരി പണ്ഡിറ്റാണ്. സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ PhD ഉള്ള ആളാണ്. US-ലുള്ള 2 സർവകലാശാലകളിൽ നിന്ന് PhD നേടിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡീകോളനൈസേഷൻ അജണ്ടയുള്ള, ഇന്ത്യനിസത്തെ പറ്റി പറയുന്ന, ഭാരതീയതയെ പറ്റി വളരെ പ്രത്യയശാസ്ത്രപരമായി സംസാരിക്കാൻ സാധിക്കുന്ന ഒരാളുടെ സമ്പർക്കം, അദ്ദേഹത്തോടൊപ്പം ഒരു വർഷം ജീവിക്കാൻ സാധിച്ചത് കുറെ കൂടി രാഷ്ട്രീയ വീക്ഷണങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ ബലപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി വരുന്നു. വക്കീലായിട്ട് എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ആരംഭിക്കുന്നു 2014 മുതൽ. ആ സമയം മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ ആനുകാലിക സംഭവങ്ങളെ പറ്റി പ്രതികരിച്ചു തുടങ്ങുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്നത് വളരെ ഒരു BJP അനുകൂല അന്തരീക്ഷത്തിലാണ്. അപ്പൊ അച്ഛനാണെങ്കിലും പരമേശ്വർജി ആണെങ്കിലും കൃഷൻ കാക്കാണെങ്കിലും ഇവരാരും പ്രത്യക്ഷത്തിൽ BJP-ക്കാരല്ല. പക്ഷെ ഇവരിലൂടെ എല്ലാം പകർന്നു കിട്ടുന്ന രാഷ്ട്രീയം നമുക്ക് നിലവിലുള്ള രാഷ്ട്രീയ സംഘടനകളിൽ ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ BJP തന്നെയാണ്. മറ്റൊരു ഓപ്ഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മറ്റു പാർട്ടികളോടെല്ലാം വളരെ വിരോധ മനോഭാവം. ആ സമയത്ത് ഇവരെല്ലാം ഒരു ഈ രാജ്യത്തിന്റെ ശരിയായ പോക്കിനെ തുരങ്കം വെക്കുന്ന ഒരു വിപരീത ശക്തികളാണെന്നുള്ള ഒരു പ്രതികൂല മനോഭാവം പോലും ഇവരോടൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് ഞാൻ ഒരു BJP അനുകൂലമായിട്ട്, BJP അനുകൂലമായിട്ടല്ല, സംഘപരിവാർ അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ പറ്റി എഴുതി തുടങ്ങുന്നത്. എഴുത്ത് ക്രമേണ ശ്രദ്ധിക്കപ്പെട്ടു. വളരെ വേഗത്തിൽ തന്നെ ധാരാളം ആളുകൾ വായിക്കുന്ന, ധാരാളം ആളുകൾ പങ്കുവയ്ക്കുന്ന, ചർച്ചയിലൊക്കെ ഇടയ്ക്ക് ഇടം കിട്ടുന്ന ഒരാളായിട്ട് മാറാൻ സാധിച്ചു. അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ BJP-യുടെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാനും സ്വയം ഒരു BJP-ക്കാരനായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സമയത്ത് BJP അനുകൂല പ്രൊപ്പഗൻഡ തന്നെ BJP സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടും എതിർ സ്ഥാനാർത്ഥികൾക്ക് എതിരായിട്ടും ഒക്കെ ഒരു BJP രാഷ്ട്രീയ എഴുത്തൊക്കെ ആരംഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നതിന് ശേഷമാണ്. പിന്നീട് ഒരു 2018 ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവുന്നു. അപ്പൊ ആ വിധിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു ഗ്രൗണ്ടിലെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നത്. അതുവരെ നമ്മൾ ഈ 4 ചുവരുകൾക്കുള്ളിലുള്ള സുരക്ഷിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ രാഷ്ട്രീയം മാത്രം പറയുന്നതാണ്. ഈ 4 ചുവരുകളുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഈ മൈതാനങ്ങളുടെ വിശാലതയിലേക്കൊക്കെ പടരുന്നത് ഈ ശബരിമല പ്രക്ഷോഭത്തിലൂടെയാണ്. ആ സമയത്ത് ഞാൻ ഇരിക്കുന്ന കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നീട് ഞാൻ 6 മാസങ്ങൾക്ക് ശേഷമാണ് ആ കോടതിക്ക് വന്നത്. കാരണം ഞാൻ 2016 മുതൽ വളരെ സജീവമായി ശബരിമലയിലെ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിനെ ഫോളോ ചെയ്യുകയും ആ കേസുമായി ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും അതിൽ വളരെ ശക്തമായി തന്നെ യുവതീ പ്രവേശനം അനാവശ്യമാണ് എന്ന പക്ഷത്ത് നിൽക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും അതിനെതിരെ നിൽക്കുന്ന ഒരു പക്ഷമുണ്ട്. ആ പക്ഷത്തോട് നിരന്തരമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുകയും അവരെ പലതരത്തിൽ വാദങ്ങൾ നടത്തി അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമായി കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ ആചാര പദ്ധതികൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് മാത്രമേ അത് പറയാൻ സാധിച്ചിരുന്നുള്ളൂ. അതല്ലാതെ അത് കേരളത്തിലൊരു വലിയ ആരും ആ സമയത്ത് അത് ശ്രദ്ധിച്ചിരുന്നില്ല. 2018 സെപ്റ്റംബറിൽ വിധി വന്നതിന് ശേഷം മാത്രമാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം പോലും ശബരിമല കേസിനെ കുറച്ച് ഗൗരവമായിട്ട് കാണാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞങ്ങൾ കുറച്ചു പേര് മാത്രം ഇത് ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്, ഇത് നാളേക്ക് പ്രശ്നമാവാൻ പോവുകയാണ്, നമ്മളിപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ടെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 2018 സെപ്റ്റംബർ 18 ഞാൻ തിരൂര് കോടതിയിൽ ഒരു കേസിന്റെ ഹിയറിംഗിന് വേണ്ടി തിരൂര് മുനിസിപ്പൽ കോടതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എന്റെ ക്ലർക്ക് ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അന്ന് വിധി വരുന്ന ദിവസമാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ അപ്ഡേറ്റ് നോക്കുന്നുണ്ട്, എന്തായി, ജഡ്ജ്മെന്റ് വന്നോ എന്ന്. അപ്പൊ എന്റെ കേസ് വിളിക്കാറായ സമയത്ത് ക്ലർക്കിന്റെ അടുത്തോട്ട് പറഞ്ഞു, വിധി വന്നു, യുവതി പ്രവേശനം അനുവദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഫോൺ എടുത്ത് വാർത്ത നോക്കിയപ്പോൾ
ബ്രേക്കിംഗ് ന്യൂസ്, ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചു. ഞാൻ എൻ്റെ കയ്യിലൊരു കെട്ടുണ്ട്, അടുത്ത കേസ് വിളിക്കാനുള്ള കേസാണത്. ഞാൻ അതിൻ്റെ അടുത്തിരുന്ന വക്കീലിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിളിച്ചാൽ ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചോളൂ എന്നുണ്ട്. ഞാൻ ആ ഇരിക്കുന്ന കോടതിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ നേരെ ചിദാനന്ദപുരി സ്വാമിയെ വിളിച്ചു. ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇനി കയ്യും കെട്ടിയിരിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ ധർമ്മഭടന്മാരാണ്, ഇങ്ങനെ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിച്ചല്ല, ഇനി അത് പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് സജീവമായിട്ട് ഈ കാര്യത്തിൽ ഒരു പൊതുജന ജാഗരണം സൃഷ്ടിക്കാൻ നിങ്ങൾ ഇറങ്ങേണ്ടതുണ്ട്. അന്ന് വൈകുന്നേരം ഞാൻ മനോരമ ന്യൂസിലെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ കേരളത്തിലെ പല ജില്ലകളിലായി, ഞാനന്ന് കേരളത്തിന്റെ 14 ജില്ലകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ എല്ലായിടത്തും നടത്തിയിട്ടുള്ള ഈ പറയുന്ന വിശ്വാസി സംഗമങ്ങളിലാണെങ്കിലും നാമജപ ഘോഷയാത്രകളിലാണെങ്കിലും പലയിടത്തും മുഖ്യ പ്രഭാഷകനായിട്ടുണ്ട്. പക്ഷെ ആ മൂവ്മെന്റ് ആദ്യം ആരംഭിക്കുന്നത് ഞങ്ങൾ കുറച്ച് പേരാണ്. പിന്നീടാണ് അതൊരു വലിയ മൂവ്മെന്റായി മാറുന്നത്. കാരണം 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി വന്നിട്ട് ആദ്യത്തെ 3 ദിവസവും കേരളത്തിൽ യാതൊരു പ്രതികരണവും ഉണ്ടാവുന്നില്ല. ആദ്യമായിട്ട് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ ആദ്യത്തെ വിശ്വാസി പ്രക്ഷോഭം, ആദ്യത്തെ നാമജപ പ്രതിഷേധം നടക്കുന്നത് പന്തളത്താണ്. ഒക്ടോബർ 2 നടക്കുന്നത്. സെപ്റ്റംബർ 29, 30, 1 കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ് നടക്കുന്നത്. ആ ഒക്ടോബർ 2 പന്തളത്ത് നടന്നിട്ടുള്ള നാമജപ ഘോഷയാത്രയിലും വിശ്വാസ സംഗമത്തിലും മുഖ്യപ്രഭാഷകനായിട്ട് പങ്കെടുത്തത് ഞാനാണ്. അന്ന് ആ വിഷയം ആദ്യമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ എന്തുകൊണ്ട് ഈ വിധി എതിർക്കപ്പെടേണ്ടതാണ്. കാരണം ആളുകളുടെ മനസ്സിലുള്ള ഒരു ധാരണ തന്നെ സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല, ഇത് അവസാന വാക്കാണ്, ഇതിന് മേലേക്ക് ഒരു ഓപ്ഷൻ ഇല്ല, നമ്മളതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയല്ല, സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്ന അവസാന വാക്കല്ല, അതിന് മേലെയും നിയമപരമായിട്ടുള്ള ആൾട്ടർനേറ്റീവുകൾ ഉണ്ട്. എന്തുകൊണ്ട് ഈ വിധി എതിർക്കപ്പെടേണ്ടതാണ്, എന്തുകൊണ്ട് ഭരണഘടനാപരമായി തന്നെ ആചാരത്തിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ഈ കാര്യത്തിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കണം, ഓർഡിനൻസിലൂടെ സുപ്രീം കോടതി വിധിയെ മറികടക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആ വിശ്വാസ സംഗമത്തിൽ വെച്ചിട്ടാണ്. പിന്നീട് അങ്ങോട്ട് സമാനമായിട്ടുള്ള വിശ്വാസ സംഗമങ്ങൾ കേരളത്തിൽ ഉടനീളം നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യ ദിവസം ഈ പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് അന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു ഒരു 4 ദിവസം പ്രതിഷേധിച്ചു. അത് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി. 4 ദിവസം പ്രതിഷേധിച്ചിട്ട് 5ാമത്തെ ദിവസം വീട്ടിൽ പോയിക്കോളും, ഇതൊന്നും ഏറെ നീണ്ടു നിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദീർഘമായ, ഏറ്റവും ശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭമായിട്ടാണ് ശബരിമല പ്രക്ഷോഭം മാറിയത്. 2018 സെപ്റ്റംബർ ഒക്ടോബർ 2 മുതൽ 2019 മാർച്ച് മാസം വരെയുള്ള ഏതാണ്ട് 6 മാസം സമയം ഒരു ദിവസം പോലും മുടങ്ങാണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ, ഏതെങ്കിലും ഒരു തെരുവിൽ, ഏതെങ്കിലും ഒരു കോണിൽ ഒരു പ്രക്ഷോഭം നടക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അത് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരാ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരാണ്, ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകരോ ഏതെങ്കിലും സന്നദ്ധ ഭടന്മാരോ ഒന്നുമല്ല. വീട്ടിൽ സാധാരണ ജോലികളുമായി ജീവിക്കുന്ന സാധാരണ വീട്ടമ്മമാർ, സാധാരണ മനുഷ്യർ, എല്ലാ രാഷ്ട്രീയ സംഘടനയിലും പെട്ടിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരും ആരാലും നയിക്കപ്പെടാതെ സ്വയം പ്രചോദിതരായിട്ട് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ഒരു വലിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു കേരളത്തിൽ. പക്ഷേ കേരളത്തിലെ ഹിന്ദു ജാഗരണത്തിന്റെ ചരിത്രത്തെ പരിശോധിച്ചാൽ AD BC എന്നൊക്കെ പറയുന്ന പോലെ ശബരിമല പ്രക്ഷോഭത്തിന് മുമ്പ്, ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം എന്ന് രണ്ടായി പറയണം. കാരണം നമ്മൾ വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല, നമ്മളൊരു ശക്തിയല്ല, നമ്മളെ കൊണ്ട് ഒന്നും സാധ്യമല്ലെന്ന് ഉള്ളൊരു പരാജയ ബോധത്തിൽ ഇരുന്നിരുന്ന ഒരു സമാജത്തിന് തങ്ങൾ കരുത്തരാണ്, തങ്ങൾ വിചാരിച്ചാലും ഇവിടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, തങ്ങളുടെ ശബ്ദം ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ്, എന്നൊരു ആത്മവിശ്വാസം കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ചരിത്രപരമായിട്ടുള്ള സമരമാണ് ശബരിമല സമരം. അതായത് ഏത് യുദ്ധതന്ത്രജ്ഞൻ നോക്കിയാലും ഉറപ്പായും വിശ്വാസി പക്ഷം പരാജയപ്പെടും എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സമരമാണിത്. കാരണം യാതൊരു താരതമ്യം ഉണ്ടായിരുന്നില്ല ഇതിന്റെ രണ്ട് സംഘങ്ങൾ തമ്മിൽ. ഒരു പക്ഷത്ത് നിൽക്കുന്ന ആരാ? ഒരു പക്ഷത്ത് നിൽക്കുന്ന സുപ്രീം കോടതി, കേരള സർക്കാർ, കേരള പോലീസ്, ഈ ബുദ്ധിജീവികൾ, മാധ്യമങ്ങൾ, ഇടത് സാംസ്കാരിക സാമൂഹിക നായകന്മാർ, സമൂഹത്തിലെ തന്നെ ഏറ്റവും കരുത്തുള്ള സംവിധാനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, പരമോന്നത കോടതി അടക്കം. ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണ്? ഇപ്പുറത്ത് നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നിരായുധരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ. ഒരു ആയുധം കയ്യിലില്ല. അയ്യപ്പസ്വാമിയിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം മാത്രമേ അവരുടെ കയ്യിൽ ആയുധമായിട്ടുള്ളൂ. ഒരു പടനായകനുമില്ല. അയ്യപ്പസ്വാമി തന്നെ ഞങ്ങളെ നയിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാണ്. ഒരു മുദ്രാവാക്യമില്ല. സ്വാമിയെ ശരണയ്യപ്പ എന്നൊരു മന്ത്രം മാത്രമേ ഉള്ളൂ. ആ മന്ത്രവുമായി, ആ വിശ്വാസവുമായി ആ നായകന്റെ പിന്നിൽ നിന്നിട്ട് ഈ നിരായുധരായ ഈ സാധാരണ മനുഷ്യർ ഇത്രയും വലിയ സ്ഥാപനങ്ങളെ മുഴുവൻ മുട്ടുകുത്തിച്ചിട്ട് ശബരിമലയിലെ ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതൊരു വലിയ ആത്മവിശ്വാസം, വലിയൊരു ജാഗരണം സമാജത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് സാമൂഹിക പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ സാമാജിക പ്രവർത്തനത്തിലേക്ക് വളരെ സജീവമായി വരുന്നത്.
അതിനുശേഷവും സോഷ്യൽ മീഡിയയിലുള്ള സജീവമായിട്ടുള്ള ഇടപെടലുണ്ട്. 2021 BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് സമാജത്തിനെ കരുതിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട്, സമാജത്തിന്റെ സംഘടനയാണ് BJP, സംഘത്തിന്റെ പരിവാറാണ്, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സംഘത്തിന്റെ പരിവാറാണ് BJP. മറ്റൊരു ലാവണം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് BJPയുടെ പ്രവർത്തനങ്ങൾ സജീവമായി 2022 BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ സംസ്ഥാന കൺവീനറായിട്ട് ചുമതലയേൽക്കുന്നത്. അപ്പൊ അങ്ങ് പറയുന്നതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പരമേശ്വർജിയെ കണ്ടതിന് ശേഷമാണ് സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. എങ്ങനെയായിരുന്നു ജീവിതത്തിലെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത്? കാരണം സംഘം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, വലിയ രീതിയിൽ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് സംഘം നമ്മളെ നയിക്കുന്നത്. ആ ഒരു ജീവിതത്തിന് മുൻപും ശേഷവും എങ്ങനെയാണ് വേർതിരിക്കേണ്ടത്? തീർച്ചയായിട്ടും അത് വലിയൊരു ആന്തരിക പരിണാമം വരുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് അങ്ങനെയൊന്നും യാതൊരു അച്ചടക്കവും ഇല്ലാതെ വളരെ തന്നിഷ്ടപ്രകാരം നടന്നിരുന്ന, വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ എത്തിയതിനു ശേഷം നാട്ടിലാവുന്ന സമയത്തും കുറേയൊക്കെ നിയന്ത്രണങ്ങളും കുറേയൊക്കെ റെസ്ട്രിക്ഷൻസും ഉണ്ട്. വീട്ടിലൊക്കെ വളരെ ചിട്ടയും അച്ചടക്കവും സമ്പ്രദായം ഒക്കെ ഉള്ളൊരു അപ്ബ്രിങ്ങിങ് തന്നെയാണ്. അച്ഛനൊക്കെ വലിയ എന്താ പറയാ, ആത്മീയമായിട്ടൊക്കെ നല്ല അറിവുള്ള ആളായിരുന്നു. അച്ഛൻ നല്ല പണ്ഡിതനായിരുന്നു. അച്ഛൻ ജ്യോതിഷാണെങ്കിലും വൈദ്യാണെങ്കിലും മന്ത്രവിദ്യയാണെങ്കിലും തന്ത്രമാണെങ്കിലും ഒക്കെ നല്ല. അതേ സമയത്ത് തന്നെ അച്ഛൻ ബിസിനസ്സും സ്പോർട്സും ക്രിക്കറ്റും ന്യൂസും ഒക്കെ അതേപോലെ തന്നെ ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. നല്ല ഉൾക്കാഴ്ചയുള്ള വിവേകമുള്ള ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ നമുക്കൊരു മാതൃകാ പുരുഷൻ ആരെ പോലെയെങ്കിലും ആവണം എന്ന് ആഗ്രഹം തോന്നുന്ന ഒരാള് അച്ഛനാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അച്ഛൻ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു പരിസരത്ത് എപ്പോഴും ക്ഷേത്രവും വിശ്വാസവും വഴിപാടുകളും പൂജകളും ഇത്തരം പരിപാടികളൊക്കെ ഉണ്ട്. അല്ലാണ്ട് തീർത്തും ഒരു നാസ്തികമായിട്ടുള്ള ഒരു അന്തരീക്ഷമേ ആയിരുന്നില്ല. വളരെ ആസ്തികമായിട്ടുള്ള, വളരെ വിശ്വാസപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത്രയും കാലം വീട്ടിൽ തന്നെ നിന്ന് പഠിച്ചിരുന്ന ആള്, പ്രത്യേകിച്ച് ആരും ചോദിക്കാനും പറയണമെന്നും ഇല്ലാണ്ട് തിരുവനന്തപുരത്താണ്. അപ്പൊ അന്ന് LLBയുടെ എൻട്രൻസ് എഴുതിയ സമയത്ത് എനിക്ക് സ്റ്റേറ്റില് 25ാമത്തെ റാങ്ക് കിട്ടിയിരുന്നു. അപ്പൊ എനിക്ക് നല്ല കോളേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ശരിക്കും കോഴിക്കോട് കോളേജ് ഉണ്ട്, തൃശ്ശൂർ കോളേജ് ഉണ്ട്, തിരുവനന്തപുരത്തും കോളേജ് ഉണ്ട്, പിന്നെ ഒരു കോളേജ് ഉള്ളത് എറണാകുളത്താണ്. പക്ഷെ അന്ന് ഞാൻ ഈ ഒരു സൗകര്യം കണക്കാക്കിയിട്ടാണ് തിരുവനന്തപുരത്തെ കോളേജ് എടുക്കുന്നത്. ഏറ്റവും ദൂരത്തിൽ പോയി പഠിക്കാം, നല്ല കോളേജ് തിരുവനന്തപുരത്താണ്, കേരള യൂണിവേഴ്സിറ്റി. നല്ല കോളേജ് തിരുവനന്തപുരത്താണ്, എന്താ പറയാ, കേരള യൂണിവേഴ്സിറ്റിയാണ്, വേഗത്തിൽ പരീക്ഷകൾ നടക്കുന്ന അവിടെയാണ് കുറെ കൂടി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉള്ളത് എന്നൊക്കെ നമ്മൾ പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെ, കോഴിക്കോട് ലോ കോളേജ് പഠിക്കുകയാണെങ്കിലും തൃശ്ശൂർ ലോ കോളേജ് പഠിക്കുകയാണെങ്കിലും ദിവസേന വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്താണ് അതിരിക്കുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് തിരുവനന്തപുരത്ത് താമസിച്ച് പഠിക്കാം. കുറെ ആരും ചോദിക്കാനും പറയണമെന്നും ഇല്ലാത്ത വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടുകയാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു സ്വാതന്ത്ര്യം നല്ലോണം അനുഭവിച്ചിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ പുറത്ത് ഒരു റൂം എടുത്തിട്ടാണ് ആദ്യത്തെ ഒരു വർഷം താമസിക്കുന്നത്. 2ാമത്തെ വർഷം കോളേജ് ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ പിന്നെ കുറെ കൂടി സ്വാതന്ത്ര്യമായി. കാരണം തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിന്റെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വാർഡൻ ഇല്ലാത്ത ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ വാർഡൻ പേരിനൊരു വാർഡൻ ഉണ്ട്. അദ്ദേഹം വൈകുന്നേരം 5 മണിയായി കഴിഞ്ഞാൽ ഒപ്പിട്ടിട്ട് വീട്ടിൽ പോകും. വൈകുന്നേരം അവിടെ ആരുമില്ല, ഏത് സമയത്തും വരാം, ഏത് സമയത്തും പോവാം, ആർക്കും വരാം, ആർക്കും പോവാം. എനിക്കത് SFIയുടെ ഒരു കോട്ടയായിരുന്നു ആ സ്ഥലം. അവിടെ സാധാരണഗതിയിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് കയറാൻ പറ്റാറില്ല. എനിക്കെന്തോ 2ാമത്തെ വർഷം ആയപ്പോഴേക്കും അവിടെയുള്ള ചില ആളുകളൊക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ട് എനിക്ക് ലോ കോളേജിന്റെ, കാരണം ചെലവും കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ, ഒന്നാമത് ഗവൺമെന്റ് ലോ കോളേജിലാണ് പഠിക്കുന്നത്, എൻട്രൻസ് എഴുതി കയറിയതാണ്, ഫീസൊന്നും കാര്യമായിട്ടില്ല. വർഷത്തില് 75 രൂപ 80 രൂപയൊക്കെയാണ് അന്ന് ഫീസ് ഉണ്ടായിരുന്നത്. പിന്നുള്ളൊരു ചെലവ് തുടങ്ങി പുറത്ത് താമസിക്കലും ഭക്ഷണമൊക്കെയാണ്. ഇത് കോളേജ് ഹോസ്റ്റലിൽ കൂടി ആയി കഴിഞ്ഞാൽ ഈ ചെലവും ഇല്ല. അവിടെ സിംഗിൾ റൂം വർഷം 75 രൂപയ്ക്ക് കിട്ടും. ഭക്ഷണത്തിന് മെസ്സിൽ മൊത്തം ആൾക്കാരുടെയും ഷെയർ ഇട്ട് വരുമ്പോൾ ഒരാൾക്ക് 1000 900 രൂപയൊക്കെ വരുന്നു. അപ്പൊ ഈ ചെലവ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടി ലാഭമായിട്ട് ജീവിക്കാലോ എന്നുള്ള പദ്ധതിയിലാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് വരുന്നത്. കോളേജ് ഹോസ്റ്റലിന്റെ ഒരു അരാജകത്വം നല്ലോണം ആസ്വദിക്കുകയും ചെയ്തിരുന്നു, ആരും ചോദിക്കാനും പറയണമെന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ ഈ ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം SFI ആയിട്ടുള്ള സംഘർഷങ്ങളൊക്കെ കുറെ കൂടി മൂർച്ഛിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ വർഷമൊന്നും നമ്മൾ വല്ലാതെ ഇവർക്കെതിരെ ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യുമൊന്നുമില്ല. കാരണം ഫസ്റ്റ് ഇയറിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അതിനൊന്നുള്ള ഒരു അവസരമില്ല. നമ്മൾ വളരെ ഡോർമെന്റ് ആയി നിൽക്കുന്ന, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അപ്പൊ പോലും ആ സമയത്ത് പോലും ഞാൻ SFIക്കാരുടെ കണ്ണിലേക്ക് അരടായിരുന്നു. കാരണം ആദ്യത്തെ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ സമയത്ത് തന്നെ ഞാൻ SFIക്കെതിരെ ക്ലാസ്സിനുള്ളിൽ ഒരു മറുമറിയും ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. പരസ്യമായിട്ടൊന്നുമല്ല, പക്ഷെ നമുക്ക് പരിചയമുള്ള എല്ലാ വിദ്യാർത്ഥികളോട് നിങ്ങൾ എന്തിനാണ് എല്ലാ വട്ടം SFIക്ക് തന്നെ വോട്ട് ചെയ്തിട്ട് ഇവരെ തന്നെ ഇങ്ങനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെയിൽവേ വണ്ടിയുടെ ഏറ്റവും അവസാനത്തെ ബോഗിയായിട്ട് നമ്മളും കൂടി ചേർന്നിട്ട് ഇവിടെ എന്ത് മാറ്റം സംഭവിക്കാനുള്ളത്, ഇവിടെ ഒരു മാറി ചിന്തിക്കാൻ ഇവരെ നിർബന്ധിക്കുന്ന പോലത്തെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്
നമ്മൾ ഇവർക്ക് കൊടുക്കണം. അല്ലാണ്ട് ഇവർ ഈ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തിലും നമ്മൾ കൂട്ടു നിൽക്കുന്നത് ശരി. കാരണം ആ സമയത്ത് എന്താ വെച്ചാൽ ഒരു ഭയങ്കര ഗുണ്ടായിസം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ. നമുക്ക് ഇവരോടൊന്നും ചോദിക്കാനോ പറയാനോ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അവർ വന്ന് സമരം വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങണം. അവരന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചാണെന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ കൂടെ നമ്മൾ സെക്രട്ടേറിയറ്റ് പോയിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കണം. അന്ന് വേറെ നിയമസഭയിലേക്ക് മറ്റേ പോലീസിന് നേരെയുള്ള മാർച്ചാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ പോകണം. ഇന്ന് ബ്ലഡ് കൊടുക്കണം, അതുകൊണ്ട് രാവിലെ വന്ന് വിളിച്ചാൽ നമ്മൾ പോയിട്ട് ബ്ലഡ് കൊടുക്കണം. നമുക്കിതിൽ യാതൊരു ചോയ്സും ഇല്ല. ഇവരുടെ എല്ലാ സമരത്തിനും മുദ്രാവാക്യം വിളിക്കാനും ഇവരുടെ എല്ലാ പരിപാടികളിലും കസേര താങ്ങാനും നമ്മൾ പോകണം. അപ്പൊ ആദ്യത്തെ വർഷമൊന്നും ആരും ഇതിനെ എതിർക്കില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് തന്നെ ഇതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിലെ ഇലക്ഷന്റെ സമയത്ത് SFIയുടെ ക്ലാസ് റെപ്പ് കാൻഡിഡേറ്റിനെതിരെ ക്ലാസ്സിൽ ഞാനൊരു ക്യാമ്പയിൻ നടത്തി. അത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇവർ എന്നെ വിളിച്ചു കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും ഇങ്ങനെ ആണെങ്കിൽ നീ കോളേജിൽ 5 കൊല്ലം തികച്ച് പഠിക്കില്ല എന്നൊക്കെയുള്ള നിലയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം SFIക്കാർ എന്നെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പൊ എന്താന്ന് വെച്ചാൽ SFIക്കാരനല്ലാത്ത ആർക്കും ഒരു അവസരങ്ങളും കിട്ടുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആ കോളേജിൽ ഒരാൾ എന്തെങ്കിലും നിലയിൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അയാൾ SFIയുടെ ഒരാളായിരിക്കണം. SFIക്കാരനല്ലാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വല്ല അടിമയെ പോലെ തല ഉയർത്താതെ ജീവിച്ചു പോകാൻ മാത്രമേ അവകാശമുള്ളൂ.